നമസ്കാരം. ഒരു സിനിമ തുടങ്ങുമ്പോൾ ആ സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി തരാൻ പറ്റി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ആ രീതിയിൽ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു തുടക്കം പറയാം. ഒരു പഴയ വീടിന്റെ ചുമരിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കാണ്. അതൊരാള് അത് കയ്യിലെടുത്തിട്ട് അതിന്റെ ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ ഇങ്ങനെ അടർത്തി മാറ്റിയിട്ട് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അതിൽ നിന്ന് ഒരു ഫോട്ടോ മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ശബ്ദം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ട് അത് നെഞ്ചത്ത് വെച്ച് വീണ്ടും മുറിച്ച് അത് ചെറുതാക്കിയിട്ട് അത് അതിലേക്ക് നോക്കുകയാണ്. അത് നോക്കുമ്പോൾ വല്ലാത്തൊരു വന്യമായിട്ടുള്ള ഒരു പ്രതികാരത്തിന്റെ ഒരു ഭാവം ഈ നോക്കുന്ന ആളിൽ കാണാം. ഈ നോക്കുന്ന ആളാണ് ഈ ഫോട്ടോയിൽ ഇയാളുടെ തൊട്ടപ്പുറത്ത് നിന്നിരുന്നത്. അങ്ങനെ ഈ ഫോട്ടോ കയ്യിലെടുത്തിട്ട് ഒരു താഴ്വരയെ കൂടെ ഇയാൾ ഒരു കരിമ്പടവും പൊതിച്ചിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. കാണുന്ന ആൾക്കാരോട് ഇയാൾ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് പോണത്. അപ്പൊ ഈ കരിമ്പടം ഇങ്ങനെ കാറ്റിട്ട് പറക്കുമ്പോൾ ഒരു കഴുകൻ നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്, തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് എന്താണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ പ്രതികാരം എന്ന ജോണറിൽ പുറത്തിറങ്ങിയിട്ടുള്ള താഴ്വാരം എന്ന സിനിമയുടെ തുടക്കമാണ്. MT വാസുദേവൻ നായരുടെ രചനയിൽ ഭരതൻ എന്ന ക്രാഫ്റ്റ്മാൻ ഒരുക്കിയെടുത്തിട്ടുള്ള താഴ്വാരം എന്ന സിനിമ, മോഹൻലാൽ അത്യുഗ്രനായിട്ട് അഭിനയിച്ച സിനിമ. അതിനേക്കാൾ മേലെയോ അതിനേക്കാൾ ഒപ്പമോ പശ്ചാത്തല സംഗീതം ജോൺസൺ മാഷ് നിർവഹിച്ച സിനിമ.